ചോദ്യപേപ്പർ ചോർച്ചയിൽ മലപ്പുറം മേൽമുറി അൺഎയ്ഡഡ് സ്കൂളിനെതിരെ വകുപ്പ് തല അന്വേഷണം. വകുപ്പ് തല നടപടിക്ക് മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. സ്കൂളിലെ പ്യൂൺ അറസ്റ്റിലായതിനു പിന്നാലെയാണ് തീരുമാനം. സുനിഷ ഇല്ലൂർ വിവരങ്ങളുമായി. സുനിഷ, ഇപ്പോൾ പ്യൂൺ പിടിയിലായ ശേഷം ആ സ്കൂളുമായി ബന്ധപ്പെട്ടും സംശയം ഉണ്ട് സർക്കാരിനെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് ഇപ്പോൾ അന്വേഷണ സംഘം നീങ്ങുന്നത്, നടപടിയെടുക്കുന്നത്? സ്മൃതി നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം നടത്തിയതിനു ശേഷം ഉറവിടം കണ്ടെത്തി അതിൽ നടപടിയെടുക്കുമെന്നുള്ളതായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് നിലവിൽ ഇപ്പോൾ ഇത്തരം ഒരു നീക്കത്തിലേക്ക് കൂടി കടന്നിരിക്കുന്നത് എന്നതാണ്. അതായത് മലപ്പുറം മേൽമുറി അൺഎയ്ഡഡ് സ്കൂളിലെ പ്യൂണാണ് ഈ ചോദ്യപേപ്പർ ചോർത്തി നൽകിയത് എന്ന് നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വകുപ്പ് തല നടപടിയിലേക്ക് കടക്കുകയാണ്. ഈ വകുപ്പ് തല നടപടിയിലേക്ക് കടക്കണമെന്ന നിർദ്ദേശമാണ് നിലവിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി നൽകിയിരിക്കുന്നത്. അങ്ങനെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ നിർദ്ദേശത്തിന്റെ പരീക്ഷാ ഫലമടക്കം പരിശോധിക്കുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, നിലവിൽ ഡിഡിയുടെ ചുമതലയുള്ള ഡിഇഒക്ക്, അതായത് ഗീതാകുമാരിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സ്കൂളിലെത്തി വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട് എന്നതാണ്. ഈ പരീക്ഷാ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കുട്ടികൾക്കും, ഈ ക്ലാസ് കണ്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ ചോദ്യപേപ്പർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് പരീക്ഷ ആയതുകൊണ്ട് നിലവിൽ അത് പുനഃപരിശോധിക്കുക എന്നതിലേക്ക് കടക്കുന്നില്ല എന്നതാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നത്. പക്ഷേ നാളെ ഇത് ആവർത്തിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്നുള്ളതിന്റെ മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുക എന്ന തരത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ സ്കൂളിൽ നിന്ന് പുറത്തായതിന്റെ പശ്ചാത്തലത്തിൽ എവിടെയാണ് സുരക്ഷാ വീഴ്ച സംഭവിച്ചത് എന്ന് പരിശോധിക്കുക. അതാണ് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നത്. മനസ്സിലാക്കാൻ കഴിയുന്നത് ഗീതാകുമാരി നേരത്തെ തന്നെ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം അറിഞ്ഞ ഉടനെ തന്നെ ഈ സ്കൂളിലെത്തി ഒരു റിപ്പോർട്ട്, പ്രാഥമിക റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നതാണ്. അതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം നിലവിൽ പ്യൂണാണ് ഇതിൽ നിന്നും ഈ ചോദ്യപേപ്പർ കെട്ടിൽ നിന്നും ചോദ്യപേപ്പർ പുറത്തെടുത്ത് ഇതിന്റെ ഫോട്ടോ ഈ MS സൊല്യൂഷനുമായി ബന്ധപ്പെട്ടവർക്ക് നൽകിയിരിക്കുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കെട്ടിൽ നിന്ന് ചോദ്യപേപ്പർ പുറത്തെടുത്തത് അടുത്ത ദിവസം സ്കൂളിലേക്ക് എത്തിയ ക്ലാസ്സിൽ ഈ ചോദ്യപേപ്പർ വിതരണം ചെയ്ത അധ്യാപകർക്ക് മനസ്സിലായില്ലേ എന്നതാണ് ഒരു ചോദ്യം. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പറയാതിരുന്നതാണോ എന്നതടക്കമുള്ള സംശയങ്ങളുമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ അധ്യാപകരുടെ അറിവോടെയാണോ എന്നതടക്കമുള്ള നിരവധി ചോദ്യങ്ങൾ ഇതിൽ ബാക്കിയാണ്. ഇതിലൊക്കെ തന്നെയും അന്വേഷണം നടത്തി കൃത്യമായ ഒരു വിവരശേഖരണം നടത്തുക എന്നതാണ്. പ്രാഥമിക റിപ്പോർട്ട് നിലവിൽ ഗീതാകുമാരി ഡിഇഒ നൽകിയിട്ടുണ്ട്, മലപ്പുറം ഡിഇഒ നൽകിയിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായും അന്വേഷിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് നൽകി എവിടെയാണ് വീഴ്ച പറ്റിയത്, ആർക്കൊക്കെയാണ് വീഴ്ച പറ്റിയത്, അവർക്കെതിരെ വകുപ്പ് തല നടപടി എടുക്കേണ്ടതുണ്ട് എന്ന നിർദ്ദേശമാണ് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിരിക്കുന്നത്. അത്തരത്തിലുള്ള അന്വേഷണമാണ് നിലവിൽ തുടരുകയും ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും ഈ നടപടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് സ്കൂളുകളിലും ഇതേ രീതിയിൽ നൽകിയിട്ടുണ്ടോ, മറ്റ് ചാനലുകൾക്കും മറ്റ് ട്യൂഷൻ സെന്ററുകൾക്കൊക്കെ ഇത്തരത്തിൽ ഈ ചോദ്യപേപ്പർ നൽകിയിട്ടുണ്ടോ എന്നതടക്കമുള്ള പരിശോധന നടത്തിക്കൊണ്ട് നടപടി ഈ വേഗത്തിലാക്കുക, അല്ലെങ്കിൽ മറ്റ് സ്കൂളുകളെ കേന്ദ്രീകരിച്ചും അധ്യാപകരെ കേന്ദ്രീകരിച്ചും ഒക്കെ അന്വേഷണം നടത്തി നടപടിയിലേക്ക് കടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. സ്മൃതി, ശരി. സുനിഷയാണ് പുതിയ വിവരങ്ങൾ നൽകുന്നത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ മലപ്പുറം മേൽമുറി അൺഎയ്ഡഡ് സ്കൂളിനെതിരെ വകുപ്പ് തല അന്വേഷണത്തിന് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. സ്കൂളിലെ പ്യൂൺ അറസ്റ്റിലായതിനു പിന്നാലെയാണ് സ്കൂളിനെതിരെ കൂടി ഒരു അന്വേഷണത്തിലേക്ക് സർക്കാർ നീങ്ങുന്നത്.